സാറേ, ഈ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹർജി സുപ്രീം കോടതി നിലനിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അതേക്കുറിച്ചുള്ള വാദം വന്നപ്പോൾ ഈ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് നുഴഞ്ഞു കയറിയവർക്ക് എന്ത് നിയമബാധ്യതയാണ് നൽകേണ്ടതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. നമുക്കൊരു നിയമബാധ്യതയില്ല, ധാർമ്മിക ബാധ്യതയില്ല. പക്ഷേ സിനിജിയുടെ ചോദ്യത്തിൽ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞൊരു പ്രയോഗം വന്നു. മാധ്യമങ്ങൾ അങ്ങനെയാണ് അടിച്ചടിച്ചത്. അവർക്ക് അഭയാർത്ഥി സ്റ്റാറ്റസ് ഇന്ത്യ കൊടുത്തിട്ടില്ല, അസൈലം ഇന്ത്യ കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ അതൊക്കെ അജണ്ടയുടെ ഭാഗമാണ്. അഭയാർത്ഥികളായിട്ട് നമ്മൾ രോഹിംഗ്യയെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. രോഹിംഗ്യന്നേ പറയാൻ പാടുള്ളൂ. വെറുതെ ഇവിടെ നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറയാം. അഭയാർത്ഥികൾ എന്നൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ആ സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ അഭയാർത്ഥികളായിട്ട് നമ്മുടെ ടിബറ്റിൽ നിന്നുള്ള ആളുകൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അവരെ നമ്മൾ തന്നെ പാർപ്പിച്ച് അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും പാർപ്പിടങ്ങളും എല്ലാം നമ്മൾ ഒരുക്കിയില്ലേ. നെഹ്റു ഏറ്റെടുത്താണത്. വേണ്ടിയിരുന്ന എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. കാരണം ചൈനയ്ക്ക് എന്നും ഇന്ത്യയോടുള്ള ഒരു ക്ഷോഭമായിട്ട് CIA കടത്തിക്കൊണ്ടുവന്നതാണ് അന്ന് അവരെ ടിബറ്റിൽ നിന്ന്, ഈ ദലൈലാമയൊക്കെ. അതുകൊണ്ടാണല്ലോ ദലൈലാമ ഒരു CIA ഏജന്റാണെന്ന് പല ആളുകളും പറയാറുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് അഭയം കൊടുത്തിട്ടില്ല. നമ്മളിവിടെ ഇവർക്ക് ക്യാമ്പുകൾ തുറന്നുണ്ടോ? ഇല്ലല്ലോ. അവർ അഭയാർത്ഥികളല്ലെന്ന് ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഈ സുപ്രീം കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയുണ്ട്. ഡൽഹിയിൽ ഡിറ്റൻഷൻ സെന്ററുകളിൽ ആണ് ഇവരെ, തടവ് ക്യാമ്പുകളിലാണ് ഇവരെ പാർപ്പിക്കുക. അവിടെ നിന്ന് ചിലരെ കാണാതായി, രോഹിംഗ്യകളെ. അവർക്ക് വേണ്ടിയിട്ടൊരു ഹേബിയസ് കോർപ്പസ് ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക. പല ആളുകൾക്കും പലതരം അസുഖങ്ങളുണ്ടല്ലോ അല്ലേ, ഈ കപട മതേതരവാദികൾക്കും ഒക്കെ. ഈ മറ്റേ രോഹിംഗ്യകൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ നടക്കുന്ന കുറെ ആളുകളും ഒക്കെ ഉണ്ട്. TMC ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ആളുകൾ. ഹേബിയസ് കോർപ്പസ് ഹർജി സുപ്രീം കോടതിയിലെ പോലീസ് ഇവരെ കണ്ടുപിടിച്ച് ഹാജരാക്കണമെന്ന്. നമ്മളെ രാജന്റെ കാര്യത്തിൽ P. രാജനിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നേ. രാജന്റെ കേസിൽ ഹേബിയസ് കോർപ്പസ് ഹർജി വന്നപ്പോഴല്ലേ ഹേബിയസ് കോർപ്പസ് വളരെ പ്രസിദ്ധമായത് അല്ലേ, കാണാതായ ഒരാൾ കൊണ്ടുപോകാം. ആ രീതിയിൽ രോഹിംഗ്യകളെ നമ്മുടെ പൗരന്മാരാണെങ്കിൽ കൊള്ളാം ഇങ്ങനൊരു ഹർജി. ഇത് നുഴഞ്ഞുകയറ്റക്കാരുടെ കാര്യത്തിൽ ഇതുമായിട്ട് എന്തിനാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. അപ്പോ രോഹിംഗ്യ നുഴഞ്ഞുകയറ്റക്കാരുള്ള ഹർജിയുടെ അടിസ്ഥാനത്തിന് തന്നെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. നമ്മുടെ പൗരന്മാരല്ലല്ലോ. അനധികൃതമായി വന്നവരോട് എന്ത് ധാർമ്മിക നിയമബാധ്യതയാണ് ഇന്ത്യക്കുള്ളത്? അതാണ് സുപ്രീം കോടതി ചോദിച്ചത്, ന്യായമായ ചോദ്യം. അപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി, ജയം ബാഗ്ചി, ഇവർ രണ്ടുപേരും അടങ്ങിയ ബെഞ്ചിന്റെ മുമ്പിലാണ് ഈ കേസ് വന്നത്. അപ്പൊ ഹർജിക്കാരനോട് വ്യക്തത വരുത്താൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. എന്ത് ബാധ്യതയാണെന്ന് താൻ വ്യക്തത വരുത്തുക എന്ന് പറഞ്ഞു. സത്യത്തിൽ ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ രോഹിംഗ്യകളെ അഭയാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചോ? സുപ്രീം കോടതി ചോദിച്ചു ഹർജിക്കാരനോട്. പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അഭയാർത്ഥി കാർഡുണ്ടോ? ഇല്ല. അപ്പോ അങ്ങനെ അഭയാർത്ഥികളായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലേ പോയി ആ ഉത്തരവ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു ഹർജിക്കാരനോട്. ഹർജിക്കാരൻ വെള്ളത്തിലായില്ലേ. അപ്പോൾ നുഴഞ്ഞു കയറ്റക്കാരോട് എന്ത് ബാധ്യത അതും കൂടി പറഞ്ഞു തരും എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അപ്പൊ പരാതിക്കാരന്റെ വക്കീല് പറഞ്ഞു, ഞങ്ങൾ അഭയാർത്ഥി പദവി ചോദിക്കുകയല്ല, അതില്ല. പക്ഷെ ഇവിടെ നിന്ന് വേണമെങ്കിൽ അവരെ പുറത്താക്കുകയും ചെയ്യാം നിയമപ്രകാരം. പക്ഷെ ചിലരെ പോലീസ് കൊണ്ടുപോയതായിട്ട് കേൾക്കുന്നു. അങ്ങനെ ആളുകൾ അപ്രത്യക്ഷരാകാൻ പാടില്ല എന്നേ ഞങ്ങൾക്കുള്ളൂ. അതെ, ഒരു നിയമവും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും രൂക്ഷമായിട്ട് സുപ്രീം കോടതി പ്രതികരിച്ചപ്പോൾ. അപ്പൊ സുപ്രീം കോടതി പിന്നെയും പറഞ്ഞു, ഇതും അംഗീകരിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞു, നുഴഞ്ഞു കയറ്റക്കാരന് ചുവപ്പ് പരവതാനിയോ? സുപ്രീം കോടതി ചോദിച്ചു. അതിർത്തി കടന്ന് ഇങ്ങനെ കുറെ ആളുകൾ വരുന്നു, തുരങ്കം കുഴിച്ച് കുറെ ആളുകൾ വരുന്നു, വേലി ചാടി കുറെ ആളുകൾ വരുന്നു. അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം വേണം, അഭയം വേണം.
വിദ്യാഭ്യാസം വേണം, സ്കൂളിൽ ചേർക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നിയമം വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടോ? സുപ്രീം കോടതി ചോദിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്ക് ചുപ്പ് പരവധാന്യം. വല്ലാത്ത ചോദ്യമല്ലേ സുപ്രീം കോടതി ചോദിച്ചത്. ഈ നാട്ടില്, നമ്മുടെ നാട്ടില് ധാരാളം ദരിദ്രരുണ്ട്, നമ്മുടെ പൗരന്മാർ. സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ പൗരന്മാര്, അവർക്ക് സൗകര്യമുണ്ടാ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. വളരെ കാര്യമാത്ര പ്രസക്തമായ ചോദ്യമാണ്. രോഹിംഗ്യകൾ മുസ്ലിങ്ങളായതുകൊണ്ട് ചില ആളുകൾ അവർക്ക് വേണ്ടി അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മെയ്യിൽ രോഹിംഗ്യകളെ കടലിൽ താഴ്ത്തി എന്ന് പറഞ്ഞ് ഇതുപോലെ കോടതിയിൽ ഒരു അവകാശവാദം ഉന്നയിച്ചു. അന്നും ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ആയ സൂര്യകാന്ത് അന്നും അതിന് ചോദ്യം ചെയ്തിരുന്നു. എന്തൊരു മനോഹരമായ ഭാവന അന്ന് ചോദിച്ചു അദ്ദേഹം. ഇന്ത്യ ലോകത്തിന്റെ ധർമ്മശാലയല്ല എന്നും പറഞ്ഞു. ഇവരെയൊക്കെ ഇങ്ങനെ അഭയം കൊടുത്ത് പാർപ്പിക്കാൻ, ഇന്ത്യ ലോകത്തിന്റെ ധർമ്മശാലയല്ല. അപ്പൊ ഈ രോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാര്, അഭയാർത്ഥികൾ എന്ന് പറയരുത്, അവര് റക്കീൻ പ്രവിശ്യയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. മ്യാൻമാറിൽ 1982 മ്യാൻമാറിൽ അവിടുത്തെ പൗരത്വ നിയമം ഉണ്ടല്ലോ, ആ പൗരത്വ നിയമത്തിൽ ഇവരെ ഉൾപ്പെടുത്തിയില്ല. ഇവർക്ക് പൗരത്വം ഇല്ല രോഹിംഗ്യകൾക്ക്. മ്യാൻമാറിൽ അവരുണ്ടായിരുന്ന സ്ഥലത്ത് ഇവർക്ക് പൗരത്വം 1982 കൊടുത്തില്ല. 135 വംശീയ ഗ്രൂപ്പുകൾക്ക് അവിടെ പൗരത്വം കൊടുത്തു. അതിൽ രോഹിംഗ്യകളില്ല. രോഹിംഗ്യകൾ മ്യാൻമാറിലുള്ളവരായിട്ട് മ്യാൻമാർ കരുതുന്നില്ല. അവിടുന്ന് പോകുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും മ്യാൻമാർ പറയുന്നത് ഇത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആളുകളാണ് ഈ രോഹിംഗ്യകൾ എന്നാണ് മ്യാൻമാർ കരുതുന്നത്. അപ്പോൾ 2017 ഓഗസ്റ്റിലാണ് രോഹിംഗ്യകൾ അവിടുന്ന് പലായനം ചെയ്തു തുടങ്ങുന്നത്. 7,40,000 പേര് അന്ന് പലായനം ചെയ്ത് ബംഗ്ലാദേശിൽ വന്നു. ഇപ്പം അത് 10 ലക്ഷം പേരുണ്ടെന്നാണ് കരുതുന്നത്. കുത്തുപലോങ്, നയാപര എന്ന് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ബംഗ്ലാദേശിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് അതൊക്കെ. അപ്പോൾ ഇത് കോക്സ് ബസാറിൻ്റെ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. 6 ലക്ഷം രോഹിംഗ്യകൾ ഇപ്പം മ്യാൻമാറിൽ ഉണ്ട് എന്നും കരുതുന്നുണ്ട്. അവർക്ക് അവിടെ ജീവിക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് ബംഗ്ലാദേശിലൊക്കെ വന്നിട്ട് ബംഗാളിലേക്കൊക്കെ നുഴഞ്ഞു കയറി. ബംഗാളിൽ നുഴഞ്ഞു കയറിയ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ അവർക്ക് തൃണമൂല്, വ്യാജ ആധാർ കാർഡ്, വോട്ടർ കാർഡ്, റേഷൻ കാർഡ് എല്ലാം കൂടി കൊടുത്തിട്ട് അവിടെ പേര് തൃണമൂലിൽ നിന്ന് ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോ SIR എല്ലാം പുറത്തായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ SIR പുറത്താവുന്നുള്ള കൊണ്ട് കുറെ പേര് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് സ്വയം പോകുന്നു ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് കുറെ പേര് രംഗത്ത് വന്നിരിക്കുന്നു. അതാണ് സുപ്രീം കോടതി കാര്യമാത്ര പ്രസക്തമായ ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാർക്ക് എന്തിന് ചുവപ്പ് പരവതാനി? പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.